നീറ്റ് പരീക്ഷാ വിഷയത്തിൽ ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് പരമാവധി നഷ്ടപരിഹാരം നൽകുമെന്ന് കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദ. വിദ്യാർത്ഥികളുടെ ഭാവി കണക്കിലെടുത്ത് ഉറച്ച തീരുമാനവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടെന്നും കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദ പറഞ്ഞു. ആവശ്യങ്ങൾ അംഗീകരിച്ചതിനാൽ പ്രക്ഷോഭം അവസാനിപ്പിക്കുന്നുവെന്ന് മന്ത്രിക്കൊപ്പം എത്തിയ കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കളും അറിയിച്ചു. The Cockroach Janata Party declares that we withdraw the agitation in good faith and understanding that the agreed upon terms will be executed within the agreed upon timelines. വാർത്തകളുടെ വിവരങ്ങളുമായി ആദർശാണ് ചേരുന്നത്. ആദർശ്, അങ്ങനെ ഈ പാറ്റാക്കൂട്ടത്തിന്റെ സമരാഭാസത്തിന് അവസാനമായിരിക്കുകയാണ്. മൂന്നാം ഘട്ട ചർച്ചയിലാണ്, കേന്ദ്ര സർക്കാരുമായുള്ള മൂന്നാം ഘട്ട ചർച്ചയിലാണ് ഈ സമരം പിൻവലിക്കാനുള്ള ധാരണ ആയിരിക്കുന്നത്. എന്തെല്ലാം തീരുമാനങ്ങളാണ് ഈ മൂന്നാം ഘട്ട ചർച്ചയിൽ ഉണ്ടായത്? നീലിമ, കഴിഞ്ഞ ദിവസം തന്നെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആവശ്യങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവർ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അത് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയായിരുന്നു. അദ്ദേഹം രാജി നൽകിയതോടുകൂടി തന്നെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളെല്ലാം സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അവർ ഇന്ന് നടത്തിയ ചർച്ചയിൽ ഈ സമരം പിൻവലിക്കുകയാണെന്ന് ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയും ചെയ്തത്. എന്തായാലും അവർ മറ്റൊരു കാര്യം സർക്കാരിൻ്റെ മുമ്പാകെ വയ്ക്കുകയും ചെയ്തു. ഈ പാർലമെൻറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ടുണ്ടായ അക്രമങ്ങളിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പ്രതികാര നടപടികളൊന്നും ഉണ്ടാകരുത് എന്നുള്ള ഒരു ആവശ്യവും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിനിധികൾ കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചയിൽ മുന്നോട്ട് വെച്ചു. ഇക്കാര്യത്തിൽ അവർക്ക് തന്നെ FIRൻ്റെ കോപ്പി നൽകാം, ഒപ്പം തന്നെ നിയമ നടപടികൾ ഉണ്ടാകില്ല എന്നുള്ള കാര്യവും കേന്ദ്ര സർക്കാർ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിനിധികളെ അറിയിക്കുകയായിരുന്നു. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ ഭാവി തലമുറയ്ക്ക് ഗുണകരമാകുന്ന തീരുമാനങ്ങളാണ് തങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നതെന്ന് സർക്കാർ ഈ ചർച്ചയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയെ അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല, ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്കാർ മുന്നോട്ട് വെച്ച മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഈ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തിരുന്നു. ആ വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം എന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചിരുന്നു. 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യമാണ് കോക്രോച്ച് ജനതാ പാർട്ടി മുന്നോട്ട് വെച്ചത്. എന്നാൽ നിയമപരമായി നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി സഹായം തന്നെ ചെയ്യും എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിലൊക്കെ തന്നെ സർക്കാർ നേരത്തെ തന്നെ സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കിയതാണ് എന്നുള്ള കാര്യവും കേന്ദ്രമന്ത്രിമാർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. കേന്ദ്രമന്ത്രിമാരായ ജെ.പി. നദ്ദയും ജിതേന്ദ്ര സിംഗുമാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുമായി നടത്തിയ ചർച്ചയിൽ പങ്കെടുത്തത്. കോക്രോച്ച് ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ 20-ന് പാർലമെൻറ്റ് മാർച്ച് പ്രഖ്യാപിച്ചു. പിന്നീട് ഇങ്ങോട്ട് ജന്തർ മന്ദറിൽ തന്നെ അവരുടെ ഈ സമരം തുടരുകയായിരുന്നു. അവർ അവിടെ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ട് അക്രമ പ്രവർത്തനങ്ങളടക്കം നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഡൽഹി പോലീസ് ആകട്ടെ കർശന നടപടികൾ ഇവർക്കെതിരെ എടുക്കുകയും വലിയ അക്രമം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കുന്നതിനുള്ള എല്ലാ നടപടികളും ഡൽഹി പോലീസ് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ സർക്കാരും കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിനിധികളും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കുന്നു. അതുകൊണ്ട് തങ്ങൾ ഈ സർക്കാരിനെതിരെ പ്രഖ്യാപിച്ച ഈ വലിയ ഒരു അവർ സമരമെന്ന് വിളിക്കുകയും അത് പലപ്പോഴും അക്രമത്തിലേക്കും കലാപത്തിലേക്കുമൊക്കെ നീങ്ങുകയും ചെയ്ത ആ ഒരു പ്രക്ഷോഭം അതിൽ നിന്ന് പിൻവാങ്ങുകയാണെന്ന് അവർ അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല, എല്ലാ പ്രവർത്തകരും സമാധാനപരമായി തന്നെ പിരിഞ്ഞു പോകണമെന്നുള്ള നിർദ്ദേശവും കോക്രോച്ച് ജനതാ പാർട്ടി നൽകിയിട്ടുണ്ട്. നീലിമ, ശരി, 37 ദിവസത്തെ സമരത്തിന് അങ്ങനെ വിരാമമായിരിക്കുകയാണ്. ആദർശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.